യെസ്, അപ്പം ഷോപ്പ് ആൻഡ് ലേൺ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികൾ ഫ്ലുവൻ്റായി കോൺഫിഡൻ്റായി ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് സ്മാർട്ട് ആവണമെന്ന് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികളെ ചേർത്താൻ വന്ന രക്ഷിതാക്കളൊക്കെ പറയുന്നു സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ് ടീച്ചേഴ്സിന്, സ്കൂളിൽ നല്ല മാർക്ക് കിട്ടുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഹോംവർക്ക് ചെയ്യുന്നു. പക്ഷേ ഇംഗ്ലീഷ് ഒരു കാര്യം സ്വന്തമായിട്ട് സംസാരിക്കാൻ വയ്യ, ഒരു മീറ്റിംഗ് ഇല്ല, അവർക്ക് എഴുന്നേറ്റ് സംസാരിക്കാൻ വയ്യ, കോൺഫിഡൻസ് ഇല്ല. വേറൊരു കൂട്ടം രക്ഷിതാക്കൾ പറയുന്നത് മൂത്ത കുട്ടിയെ നമ്മൾ ലക്ഷങ്ങൾ കെട്ടിവെച്ച് ആ കോഴ്സ് പഠിപ്പിച്ചു, ഈ കോഴ്സ് പഠിപ്പിച്ചു, അങ്ങനെ ജോലിക്ക് വേണ്ടി കേരളത്തിന് പുറത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ജീവിതാഭിലാഷമായി കൊണ്ടു നടന്ന ജോലിയൊന്നും കിട്ടുന്ന കാര്യം അത്ര എളുപ്പമല്ല. കാരണം അറ്റൻഡ് ചെയ്ത എല്ലാ ഇന്റർവ്യൂവും പൊട്ടി പാളിസാവുകയാണ്. ഇനി പ്രവാസികളാകട്ടെ ഇതിന്റെ ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 8 വർഷവും 18 വർഷമൊക്കെ എക്സ്പീരിയൻസ് അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിലുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത്ര ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വശമില്ലാത്തത് കൊണ്ട് സൈറ്റിൽ നടക്കുന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും അതിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനും അവർക്ക് കഴിയാത്തത് കൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ തടയപ്പെടുന്നു, കമ്പനിയുടെ ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ വരുന്നു. കാരണം ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുകൊണ്ടാണ്. അപ്പൊ ഇവിടെയൊക്കെ പ്രശ്നമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് എഴുതാൻ പഠിപ്പിച്ചു, അത് അവർക്ക് എഴുതാൻ അറിയാം, വായിക്കാൻ പഠിപ്പിച്ചു അത് അവർക്ക് വായിക്കാനും അറിയാം. പക്ഷേ നമ്മൾ ആരെയും ഇംഗ്ലീഷ് സംസാരിപ്പിക്കാനുള്ള ഒരവസരം നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ പുറം നാടുകളിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ പറയാ ജോലിക്ക് ഇന്റർവ്യൂ എത്തിക്കഴിഞ്ഞാൽ അവര് നമ്മുടെ കുട്ടികൾ ആദ്യത്തെ രേഖയ്ക്ക് താഴേക്ക് വരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു വേദിയും കൊച്ചുനാളിൽ നമ്മൾ അവർക്ക് നൽകുന്നില്ല. അപ്പൊ ഇവിടെ നമ്മള് ഷോപ്പ് ആൻഡ് ലേൺ കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഷോപ്പ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിപ്പിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സംസാരിക്കാനും സംവദിക്കാനുള്ള അവസരം നൽകിക്കൊണ്ടാണ് ഈ പരിപാടി നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോഴേ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മക്ക് അവർക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തുന്നു. പബ്ലിക്കായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നു. മാത്രമല്ല കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്ത് വലിയ മീറ്റിങ്ങുകളിലും ഇന്റർവ്യൂലൊക്കെ പോയി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഗുണം. അപ്പോ hey boy, do you speak English? Yes, of course. Well, okay. So tell me a little bit about shopping using your ideas and sharing your experience. You might have been in a lot of places with family and friends. So tell me something about your experience. Tell me a little bit about it. Hi, I am talking about shopping. Shopping is important part of our daily life. People shopping different way. Some people shopping alone. Some people have no money. They get to money, they rush to supermarket. Some people shopping with family. No. People shopping with the family, they make a long list. Then they went to supermarket and parked their car underground parking area. Then and pitch that list and give this man and give this man. And they take a shopping cart. And when salesman asked, "This fruit available here?" Then salesman told, "This fruit available here," and put the shopping cart. And asked, "This rice available here?" Salesman, "This rice available here," and put the shopping cart. Then a big area. Then people shopping with the family. People are very happy because they take a chocolate and drink so many things. Then a big area. That area not supermarket and not shopping. Then they all people went to market and buy things. And some people asked that all people take a supermarket. And they started a small supermarket. That area all people come that supermarket and they buy so many things. And kitchen does not run without shopping. Thank you. Wow, great words. Valid point that kitchen does not run without shopping. Okay, great. And hey boy, do you speak English?
Yes. Okay, according to me, you might have been gone a lot of places with your families and friends and your relatives. And what do you think of shopping? Do you have an experience? What are you going to share right now? Hi, I am talking. Louder, louder. Hi, I am talking about shopping cart. No, This is shopping cart. louder, louder, yeah. This is made from steel. Here is one place of sitting babies. Some children eat chocolate and see another sides. And this shopping cart has four wheels and this is driving place. And another type of shopping cart is this. This made from plastic. This has this shopping cart has four wheels and one driving place. Some few things by this pot put this and another type of shopping cart is shopping basket. This is shopping basket. Some people buy some things. Big, bottles, chocolates, drinks. Put this and we hanging this. Hanging this. Wow, wonderful! It was you. Great job, boy. And Miss Ranch, tell me, what do you think of shopping? You might have been a lot of places with your friends and families and relatives. And what do you share? What do you want to share right now? Tell me something about. Hi. Louder, louder. Hi, I am talking. Six, right? Hi, I am talking about for sale and the on sale. For sale is all items in the shop for sale. On sale is uh, discount price. This buy one get one. Then some people comparing with online online price and the shopping price. Who is the best? Who is the best? Uh, who is the best price? Which is you mean which is the best? Sorry, which is the best price? People buy that things. People save money. And Miss, you come. Hey boy, do you speak English? Yes, of course. Okay, well then you have to practice English. Then when you practice English in public place, first of all you need to take long breath. Okay, like that. Like you just explain that what is the difference between for sale and on sale. On sale is something discounted place. You can save money. Okay, some companies are displaying their items on the entrance of the supermarket. Okay, that's why customer can save the money. For sale means that everything in the shop is for sale. All items and everything is for sale. Like each and every item you can sell from there, right? Okay. And what do you share? What do you want to share? Something like that. Hi, I am talking about supermarket. There is lot of things around me. There is a entrance. Some entrance is sliding. There are fridge. There are lot of juice bottles. There is a lot of milk packets. There is soap. See, it is soap. There are lot of household items like buckets, mug, and You keep like your mic is You- then there is lot of lace packets. Then there is a cashier. You know what he doing? Scan barcode and take money. Bye. Okay. Well, so already we have given that list to your salesman. So your salesman is preparing that one. By the time
we can take some discussion about. You keep inside. Come on. And I have some questions for you today. And what is the express counter? Do you have any idea? Express counter. Yes, of course. Yeah. Who can explain that word? You. What is the express counter? Some people buy few things and Okay. they not queue that line. They go and buy things and come. Some people buy lot of things and they stand that queue and that queue is finished. They buy and go home. Okay. And Alvin, can you explain? What do you want to explain? Expedite. Yes. No. I just want to ask you. What do you have any idea about the express counter? Yes. Express counter. Yeah. Some people's bought few things that people's not stand at big line. Some people's bought many and lot of items and that people's stay one big queue. Okay, that's it. Okay. So obviously, when you go to shopping, couple of things you need to take care, right? Okay. So do you know what are the things you need to take care? Do you have any idea? Yes. Tell me first. Some people buy things. They forgot that it. Next day they come and ask you, I bought things in this supermarket. I forgot that take it. No, I'm not going to ask this question. What are the things that you have to take care while you're doing shopping? ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയൊക്കെയാണ് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വൺ തിങ് പറയൂ. എന്തൊക്കെയാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നത്? നമ്മൾ നടന്നു പോകുമ്പോൾ ഇംഗ്ലീഷ്. we walking there you not pull this not pull this one and you pull this one this hanging then this fell down this chemical floor in Maybe that fragile when you take. Yeah. Can you fragile. Some people walking, they pull that fragile items and fell down. Okay. Then that is made of glass. Then you go and salesman, I walking, that is fell down. Salesman told you told cashier. Cashier told you pay that cash. Well, okay. And do you have an idea what are the next thing that you need to take care when you do shopping? Expiry date. Loud. Expiry date. Okay. Some people's bought snack items. We check expiry date. Finished expiry date bread packet, snacks packets. We eat very sick and pain. And there is one fridge. We take one juice bottle and we drink. You do not check the expiry date. We are very sick and very pain. Oh, great boy. Appreciated. Okay. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് മോന് പറയാനുള്ളത്? യെസ്, tell me. I said one things. For example, one people come supermarket, then buy one things. Then people pay money in that cashier. Then people did not take that things. Then night people
what is meaning for Not remember. did come have remember. Then people come this supermarket. People said, cashier, you saw my buy things. So cashier said, I kept it in my area. You take careful. Then cashier gave that people that things. ഇനി നമ്മള് ഷോപ്പിംഗ് കഴിഞ്ഞ് ചില സാധനങ്ങളൊക്കെ മറന്നു വെക്കാറുണ്ട് ഷോപ്പിൽ അല്ലേ? അപ്പൊ പിറ്റേന്ന് നമ്മൾ വന്നിട്ട് ആ സെയിൽസ്മാനോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നിരുന്നു, അത് കിട്ടിയിരുന്നോ? എങ്ങനെയൊക്കെയാണ് ആ സംഭവങ്ങൾ ചോദിക്കുക? ആർക്കും അറിയാൻ പറ്റുക? ആ, ഇവിടെ ആരെയും പറയാൻ പറ്റും? ഇന്നലെ ഞാൻ അപ്പൊ ഒരു സെയിൽസ്മാൻ ആണ്. അപ്പൊ സെയിൽസ്മാനോട് ചോദിക്കുന്നത് എന്താണ്? ഞാൻ ഇന്നലെ വന്നു സാധനങ്ങൾ വാങ്ങി, മൊബൈല് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് ചോദിക്കുക? Yesterday I bought some things and I forgot that, and you see that things. Salesman, you have that bill? Yes, I have that bill. And salesman see that and when the cashier and this boy yesterday buy few things that forgot. You check that camera. Then that cashier check that cameras. Yeah. Then they see that take it. That is that phone camera area. Thank you. ഇനി നമ്മൾ ചില സാധനങ്ങൾ വാങ്ങി അത് വർക്ക് ചെയ്യുന്നില്ല. പിറ്റേ ദിവസം നമ്മൾ അത് കൊണ്ടു ചെന്നിട്ട് സെയിൽസ്മാനോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെ ഒരു സാധനം ഇവിടുന്ന് വാങ്ങിയിരുന്നു, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതപ്പോൾ അയാൾ ചോദിക്കുന്നത് ഗ്യാരണ്ടി കാർഡ് ഉണ്ടോ, വാറണ്ടി, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പറയും? പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വന്നാൽ എഴുതാനും പറ്റും അല്ലേ? ആരാ പറയാം? ലൗഡിൽ പറയാം കേട്ടോ. Some people buy one things, then people bring that house that is not working. Then people come supermarket. Then people ask, this not working. I cashier, you have this bill. Then people told, yes, I have a bill. Then cashier gave another type that things. ഇനി അടുത്തത്, നമ്മളിപ്പോ ഷോപ്പിങ്ങിന് വന്നു. അപ്പൊ ഒരു സെയിൽസ്മാനോട് ചോദിക്കും, നിങ്ങളുടെ അടുത്ത് ചീസ് ഉണ്ടോ അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടോ? ബ്രെഡ് ഉണ്ടോ അല്ലെങ്കിൽ ചീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും, അതെങ്ങനെ ചോദിക്കുക? ആർക്ക് ചോദിക്കാൻ പറ്റും? ഇപ്പൊ നമ്മള് ഷോപ്പിലേക്ക് വരുന്നു, സെയിൽസ്മാനോട് നമ്മൾ സാധാരണ ചോദിക്കും, ഇവിടെ കോഴിമുട്ട ഉണ്ടോ, ബ്രെഡ് ഉണ്ടോ ചോദിക്കും. Excuse me, where I can find egg. ഓക്കെ, ബ്രെഡ് ആണെങ്കിലോ? Excuse me, where I can find bread. ഓക്കെ, ഇനി ഇയാളാണ് സെയിൽസ്മാൻ എന്ന് വെക്കട്ടെ. അപ്പൊ ഇയാള് പറയണത് ആ ഒരു റാക്കിന്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ അതിന്റെ അടുത്തുണ്ട് എന്ന് പറയും. Behind that rack. ബിഹൈൻഡ് That rack. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ അതിവിടെ തീർന്നു പോയി എന്ന് പറയണം. അങ്ങനെ പറയാം. That fish. That Finish. finished out of അല്ലേ? Running out of stock. Stock. Very good. അപ്പം എല്ലാ സംഭവങ്ങളും, അപ്പം നമ്മള് കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, സാധ്യതകളൊക്കെ അവർ വാങ്ങിക്കഴിഞ്ഞു. ഇനി ഓരോ സാധനം എന്തൊക്കെയാണ് വാങ്ങിയത്, അതിന്റെ വാക്കുകൾ എന്തൊക്കെയാണ്, എല്ലാം കൂടെ ചേർത്ത് ഒരു എക്സ്പ്ലനേഷനും കൂടെ തരണം. പറഞ്ഞു, എന്തൊക്കെയാ പറയുന്നത്? Hi. This is mustard. Louder. This is mustard. Some people make hot oil. Then put this one. This crack. This cultivated in North India. Yes, okay. Then I put here.
Louder. Then next I take fenugreek. This it is very useful. Women use fenugreek after pregnancy. This cultivated in North India. Next I bought Louder. next I take salt. Two type of salt. Normal salt and powder salt. Normal salt is not useful. Then so many things people use this salt. This cultivated in seawater. I put here. Next I take shallot. This it is a common item. This cultivated in underground. I put here. Next I take garlic. സാധനങ്ങൾ വാങ്ങുക മാത്രമല്ല ഓരോ സാധനങ്ങളുടെയും കൾട്ടിവേഷൻ എവിടെ നടക്കുന്നത് അതിന്റെ ഉപയോഗങ്ങൾ എന്ത് നോർത്ത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ഈ കൾട്ടിവേഷൻ ചെയ്യുന്നത് അതിന്റെ ഉപയോഗങ്ങൾ എന്താണ് ഒരുപാട് വൊക്കാബുലറി ഒരേ സമയത്ത് കുട്ടികൾ പഠിച്ച് അത് പബ്ലിക്കായിട്ട് പറയുകയും ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് സംസാരിക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും കൊച്ചു നാളിലെ കിട്ടുന്നു. യെസ് പറയും. Next I bought garlic. This very useful. Then this useful is so many curry and foods and snacks items. This cultivated in underground. Then I put in shopping cart. Yes. Next one. Next I take this. What is this? Green gram. It's called green gram. Very healthy items, and people always use that word. Tell me. This green gram. This very familiar item. Then some people useful in some people useful. Some people use for Some people use in morning breakfast. and for snacks and another things. Yes. Okay. What item Then- do you buy next one? I put in shopping. Next, I take EXO. So this very it is very useful. My mother take this one. Then cleaning. പബ്ലിക് ആയിട്ടാണ് ആളുകൾ നിശ്ചിത സമയത്ത് വളരെ കോമൺ ആയിട്ട് അതായത് പബ്ലിക് സ്പീച്ച് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടാണ് കോൺഫിഡന്റ് ആയിട്ടാണ് കുട്ടികൾ സംസാരിക്കുന്നത്. My mother take this one and cleaning so many things and my mother cleaning vessels. This use cleaning very beautiful and shiny. Then I put here. Okay, next one. Next, I take soap. It is a familiar item. Then people use bath and another things. Then I put in shopping cart. Thank you. Okay, thank you. Well job, boy. And you have to keep this list with bill in the shopping cart because we going to moving to that cashier. Okay. Next, who want to say and share something? Yes, come on. Hey, boy, do you speak English? Okay. Well, today I think you are buying something from the supermarket, and I just want to explain what is the use of all items and how it is used in our house. And I think you bought kind of vegetables and some kind of fruits there. Speak about it. First, I take tomato. This is Louder. growing small plants. This cut many juicy and seeds.
Some people make curry to put this. You mean that's used for widely for gravy, right? In the Yes. summer and kitchen. The next one. Some people take tomato ketchup. Okay. What? I put this basket. What item? Next. Next I take green chili. This is very spicy. We cut many seeds. സാധാരണ നാട്ടുനടപ്പിൽ ഇപ്പൊ ഗ്രീൻ ചില്ലി എന്ന് മാത്രം പറഞ്ഞോണ്ട് വെച്ചാൽ മതി. പക്ഷെ നമ്മൾ അതിൽ നിർത്താതെ അതിക്കും പേരെ ആ ഗ്രീൻ ചില്ലി എവിടെ ഉണ്ടാവുന്നു, അതിന്റെ റൂട്ട്സ് എന്താണ്, അത് ഏത് രീതിയിൽ ഏത് തരം വെജിറ്റബിൾസ് ആണ്, ഇതൊക്കെ കുട്ടികൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പബ്ലിക് ആയിട്ട് പറഞ്ഞു. This is growing small plant. We cut many seeds. Not juicy. This is very spicy. Yeah, it's very spicy. Some people put curries and gravy. I put this basket. Yeah. Next I take onion. Next I take onion. This grow in underground. Yeah, it's underground vegetable. Okay. This is underground vegetable. Some people cut not seeds, not juicy. And I put this basket. Next I take rava. Some people make snack items. Many items. I put this basket. And another I take potato. This is underground vegetable. Some people peel and cut to make snack items. Okay. There are a lot of snack items making over there, and well, some people peel that one, but it has no seed, right? Yes. The next one. I put this basket. And next I take this. What is this English? Rice flakes. Rice flakes. And I take another rice flakes. This some people eat early in the morning. That people have very energy. I put this. Okay. Because it's oil-free snack. Okay. You okay? Yes. Okay. Bye. Thank you. Then you have to keep this bill and the Yes. list. Then we move to cashier. We Okay. have to learn some phrases over there. Yes. Next show's coming. Next you. Wow. Come on. Over. Well, what did you buy today, and can you make next slide? Where's that mic? You have to keep closer, okay? Take this one. Where do you want to put? Okay, here. Louder, louder. Always you have to keep the mic like this. I bought bread. Then I put this basket. Then I bought oil, rice flakes. rice flakes, Okay, so and I put this basket. Then I have another rice flakes. Then I put this basket. This is small banana. See, it is small banana. Then I put this basket. This is sugar. I put this basket. This is jaggery. I put this basket. This is oil. I put this basket. This is a soap. I put this basket. Then This is what is that? Salt. salt. I put Okay. By the way, you bought. ഇപ്പൊ അവല് പഴം സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. എന്താ അവല് പഴം കൊണ്ടൊക്കെ എന്താ പരിപാടി പറഞ്ഞു? first. I take a plate. Then I take little flakes, and I put this plate. Then I take jaggery and cut small piece. Then I put this plate. Then I take small banana and I cut
and smash. Then I put that plate and mix. Then I take little sugar and put plate and smash. Thank you. We eat yummy with coffee.